രണ്ട് തവണ അധികാരത്തിലേറി മൂന്നാം തവണ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് CPM നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. എന്നാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അന്തഛിദ്രം നേരിടുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. നേരത്തെ സംഘടനാപരമായിട്ട് CPM-നകത്ത് പലതരത്തിലുള്ള വിഭാഗീയതകളൊക്കെ ഉണ്ടായിരുന്നു. ആ വിഭാഗീയതകളെ അതിജീവിക്കാൻ CPM-ന് കഴിഞ്ഞിട്ടുണ്ട്. മുമ്പ് CITU നേതൃത്വവുമായിട്ടുള്ള ഒരു കലശലായ CITU-വിന്റെ ശക്തമായ ഒരു വിഭാഗം പാർട്ടി നേതൃത്വമായിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അന്ന് VS അച്യുതാനന്ദനായിരുന്നു CITU വിഭാഗത്തെ എതിർത്തിരുന്നത്. പിന്നീട് VS അച്യുതാനന്ദൻ ഒരു ഭാഗത്തും പിണറായി വിജയൻ മറുഭാഗത്തുമായിട്ടുള്ള ഒരു വിഭാഗീയത CPM-നെ ഏറ്റവും അധികം ബാധിച്ചിരുന്നു. അതേപോലെ തന്നെ പലതരത്തിലുള്ള സ്പ്ലിൻഡർ ഗ്രൂപ്പുകൾ, TP ചന്ദ്രശേഖരനെ പോലെയുള്ള ആളുകൾ അതിശക്തമായിട്ട് പാർട്ടി നേതൃത്വത്തെ എതിർക്കുകയും പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയും അവർ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തു. അങ്ങനെ പലപ്പോഴും CPM-നകത്ത് പലതരത്തിലുള്ള വിഭാഗീയത ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ പാർട്ടി നേതൃത്വത്തിനെതിരെ രംഗത്ത് വരുന്നതാണ്. കണ്ണൂരിൽ പയ്യന്നൂരില് പാർട്ടിയുടെ MLA-യുടെ അഴിമതിക്കെതിരായിട്ട് വലിയൊരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം തന്നെ രംഗത്തിറങ്ങി. പാലക്കാട് ജില്ലയിൽ നേരത്തെ തന്നെ പാർട്ടി സംരക്ഷിച്ചു നിർത്തിയ MLA വലിയ ആരോപണങ്ങൾ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്തി. പക്ഷെ അദ്ദേഹം ഇപ്പൊ പാർട്ടി നേതൃത്വത്തിനെതിരെ രംഗത്ത് വരികയും കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി മത്സരിക്കാൻ പോവുകയും ചെയ്യുന്നു. അതേപോലെ തന്നെയാണ് ആലപ്പുഴയിൽ കരുത്തനായ നേതാവ്, ഇതുവരെ അഴിമതി ആരോപണങ്ങളൊന്നും നേരിടാത്ത സംശുദ്ധമായ രാഷ്ട്രീയത്തിന്റെ ഉടമയായ തുടക്കം ഒരു 15 പാർട്ടി കോൺഗ്രസുകളിൽ പങ്കെടുത്തിട്ടുള്ള G. സുധാകരൻ, അദ്ദേഹം മികച്ച മന്ത്രി എന്ന രീതിയിൽ അറിയപ്പെട്ടിരുന്നതാണ്. അദ്ദേഹം പാർട്ടി നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. അത് ഇപ്പൊ പറയുന്നത് ഞാൻ സ്വതന്ത്രമായി മത്സരിക്കുന്നതാണ്, ഒരുപക്ഷെ നാളെ UDF അദ്ദേഹത്തെ പിന്തുണയ്ക്കുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ കേരളത്തിലെ എല്ലാ സ്ഥലത്തും പാർട്ടി നേതൃത്വത്തിനെതിരായിട്ടുള്ള ഒരു ശബ്ദം ഉയർത്തുന്നു. അതേപോലെ തന്നെ വലിയ അഴിമതി ആരോപണങ്ങൾ പാർട്ടി നേതൃത്വം നേരിടേണ്ടി വരുന്നു. ശബരിമല പോലെ വലിയ വിഷയങ്ങൾ നേരിടേണ്ടി വരുന്നു. അതേപോലെ തന്നെ മലക്കം മറിയാണ് CPM ചെയ്യുന്നത്. ഇതുവരെ അവർ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം വേണമെന്ന് പറഞ്ഞ ആളുകൾ അതൊക്കെ മതത്തിന്റെ ആളുകൾ തീരുമാനിക്കട്ടെ, അതൊന്നും പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ചെയ്യേണ്ടതല്ല എന്ന അഭിപ്രായത്തിലേക്ക് അവർ തിരികെ പോവുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു വലിയൊരു ക്രൈസിസ് ആണ് കേരളത്തിലെ CPM നേരിടാൻ പോകുന്നത്. അവരൊരു അധികാരം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അധികാരം നിലനിർത്തുകയോ എന്നുള്ളതല്ല, മറിച്ച് അതിന്റെ അന്തഛിദ്രങ്ങൾ അല്ലെങ്കിൽ അതിന്റെ കെട്ടുറപ്പ് നശിച്ചു പോകുന്നു എന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. രാഷ്ട്രീയ നിരീക്ഷകനായ കേരള സർവകലാശാല മുൻ വൈസ് ചാൻസലർ ആയിരുന്ന ഡോക്ടർ K. ജയപ്രസാദ്, അദ്ദേഹം CPM-ന്റെ അകത്തുള്ള അന്തഛിദ്രങ്ങളെ കുറിച്ചുള്ള തന്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. CPM-ലെ അന്തഛിദ്രം അവരുടെ ഒരു തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന രീതിയിലേക്ക് എത്തുമോ, അല്ല അതിനേക്കാൾ രൂക്ഷമാണോ സത്യത്തിൽ? അല്ല, എനിക്ക് തോന്നുന്നത് CPM-ന്റെ ചരിത്രത്തിൽ തന്നെ അവരേറ്റവും ദുർബലമായ ഒരു അവസ്ഥയിലാണ്. ആശയപരമായ ഒരു ബാങ്ക്രപ്സി അവർക്ക് കാര്യമായിട്ടുണ്ടായിട്ടുണ്ട്. ആ പാർട്ടിയുടെ ചരിത്രത്തില് ആന്തരികമായി ഇത്രയധികം വിയോജിപ്പുകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടെങ്കിലും, ഉദാഹരണത്തിന് MP രാഘവൻ, KR ഗൗരിയമ്മ തുടങ്ങിയിട്ടുള്ള പല മുതിർന്ന നേതാക്കളും പാർട്ടിയെ പല കാലഘട്ടങ്ങളിൽ എതിരായി മാറിയിട്ടുണ്ടെങ്കിലും ഇത് ഇന്ന് കാണുന്ന ഒരു പ്രവണത ഡിഫറൻ്റ് ആണ്. അതായത് പാർട്ടിക്ക് നമ്മൾ പ്രതീക്ഷിച്ചത് പോലുള്ള ഒരു അച്ചടക്കമോ അല്ലെങ്കിൽ അൺക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള നേതൃത്വമോ ഉണ്ടെന്ന് പറയാൻ കഴിയാത്ത തരത്തിലേക്ക് വിവിധ ജില്ലകളിൽ, അത് എല്ലാ ജില്ലകളിലും നമുക്കത് പ്രകടമായി കാണാം. അപ്പൊ ഇടുക്കി ജില്ലയില് രാജേന്ദ്രനെ പോലെയുള്ള MLA ആയിരുന്ന, പയ്യന്നൂര് പോലെയുള്ള സ്ഥലത്ത് കുഞ്ഞികൃഷ്ണനെ പോലെയുള്ള, അല്ലെങ്കിൽ സുധാകരനെ പോലെ. ഇപ്പൊ ആലപ്പുഴ എന്ന് പറയുമ്പോൾ കണ്ണൂരും ആലപ്പുഴയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മളൊരു ജില്ല എന്നുള്ളതിനേക്കാളുപരി അവരുടെ അവരുടെ ഏറ്റവും ശക്തി കേന്ദ്രമായിട്ടുള്ള പ്രദേശങ്ങളാണ്. അപ്പം ആലപ്പുഴ ജില്ലയിൽ ഉണ്ടായിട്ടുള്ള, നേരത്തെ തന്നെ ആലപ്പുഴ ജില്ലയിൽ വിഭാഗീയത ഒരുപാട് മുന്നിൽ വന്നൊരു പ്രദേശം കൂടെയാണ്. അച്യുതാനന്ദനുമായിട്ടുള്ള നയനാർ അച്യുതാനന്ദന്റെ പരാജയം 1996 അച്യുതാനന്ദൻ അവിടെ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അന്ന് മാരാരിക്കുളത്ത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു. അന്ന് ഇടതുപക്ഷം ജയിക്കുകയും ചെയ്തു, അച്യുതാനന്ദൻ പരാജയപ്പെടുന്നു. പിന്നെ അങ്ങനെ ആഞ്ചലോസിനെ പോലെയുള്ള യുവ നേതാക്കളെ പുറത്താക്കുകയുണ്ടായി. അങ്ങനെയൊക്കെയുള്ളൊരു ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. പിന്നെ P. കൃഷ്ണപിള്ള സ്മാരകത്തെ പാർട്ടിക്കാർ തന്നെ ആക്രമിക്കുന്ന സമീപകാലത്ത് ആ തരത്തില് ആലപ്പുഴ ജില്ലയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന അങ്ങനെയല്ല. നമ്മൾ ഇതുവരെ CPM-ല് നമ്മൾ ദർശിക്കാത്ത തരത്തിലുള്ള വിഭാഗീയത പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ആ പാർട്ടി കഴിഞ്ഞ 10 വർഷത്തെ അധികാരത്തിൽ ഇരുന്നപ്പോഴത്തേക്കും തുടർച്ചയായ അഴിമതിക്കുള്ള അവസരമായി മാറി. അപ്പം അതുപോലെ തന്നെ പാർട്ടി ബ്യൂറോക്രസി ഉണ്ടല്ലോ, അവരും ഈ തുടർച്ചയായ ഭരണം, മറ്റേത് 5 വർഷത്തിലൊരിക്കൽ അവര് ഒരു കായകൽപ്പ
ചികിത്സ നടത്തുന്ന പോലെ 5 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങി ചികിത്സ കഴിഞ്ഞ് തിരിച്ചു വരും. സമരം ചെയ്യും. ഇപ്പൊ സമരം ചെയ്യാനൊക്കെ ഇതിപ്പോ മറന്നുപോയി അല്ലേ? അവർ യുവജന സംഘടനകളെ സമരമുഖത്തില്ല. അപ്പം അഴിമതിയും അതുപോലെയുള്ള ദുർഭരണവും അത് എല്ലാ മേഖലയിലെയും കിടക്കുകയും. മറ്റൊന്ന് ന്യൂനപക്ഷ വിഭാഗങ്ങൾ കേരളത്തില് വിശേഷിച്ച് നമ്മൾ എടുത്തു പറയേണ്ടത് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ വലിയൊരു ശതമാനം മലപ്പുറത്തിന് പുറത്തുള്ള വിശേഷിച്ചും തിരുവിതാംകൂർ കൊച്ചി ഭാഗത്തും ഉത്തര മലബാറിലും മുസ്ലിം ജനവിഭാഗങ്ങൾ വലിയ ശതമാനം ഇടതുപക്ഷത്തിന് പരമ്പരാഗതമായി വോട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ളതുപോലെ ന്യൂനപക്ഷങ്ങൾ UDF കൊടുക്കുന്നത്. പക്ഷെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്കാണ് നമ്മൾ പ്രകടമായി കണ്ടത് ഏതാണ്ട് പൂർണ്ണമായിട്ടും മുസ്ലിം ന്യൂനപക്ഷം ഇടതുപക്ഷത്തെ കൈയൊഴിയുന്നു. അപ്പൊ അതിന് മുന്നോടിയായിട്ട് തന്നെ ഇടതുപക്ഷം ചരിത്രത്തിൽ ആദ്യമായിട്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തുകയുണ്ടായി. എനിക്ക് തോന്നുന്നു വിശുദ്ധ പക്ഷത്ത് പോലും ഇതുപോലെ ഒരു അയ്യപ്പ സംഗമം നടത്തിയിട്ടില്ല. അപ്പൊ അതിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു. അപ്പൊ ശബരിമലയുടെ അതെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഒരുപാട് നടക്കുമ്പോൾ ഇപ്പൊ ഈ കഴിഞ്ഞ ഇലക്ഷനോടനുബന്ധിച്ചവര് സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം ഹിന്ദു സംഘടനകള് വിശ്വാസികളുടെ ആഗ്രഹപ്രകാരം അവര് പുതിയ തലത്തിലേക്ക് സത്യവാങ്മൂലം കൊടുക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു ഹിന്ദു ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പാർട്ടി ആയിട്ട് വരികയാണ്. അതായത് ഒരു ഹിന്ദുത്വ കാർഡ് കളിക്കുക എന്നുള്ള ഒരു തരത്തിലാണ്. അത് ഒരർത്ഥത്തില് പാർട്ടിയുടെ ദൗർബല്യം ഒരു ഭാഗത്ത്, മുസ്ലിം ന്യൂനപക്ഷങ്ങള് പാർട്ടിയെ തിരസ്കരിച്ചോ എന്നുള്ള ഒരു തോന്നലാവാം ഒരു ഭാഗത്ത്, അല്ലെങ്കിൽ ഒരു അടവ്, ഇത് അടവ് നയമാണ്. അപ്പം ഈ അടവ് നയം പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സർവൈവ് ചെയ്യുന്ന അടവ് നയത്തിലൂടെയാണ്. അപ്പം വിവാദങ്ങളിലൂടെ, അല്ലെങ്കിൽ പലപ്പോഴും അത് സെക്സ് സ്കാൻഡൽ ഉൾപ്പെടെ ഇപ്പൊ നമുക്കറിയാം 2016 തെരഞ്ഞെടുപ്പിൽ വെറും നമ്മുടെ സ്ത്രീ വിഷയത്തിൽ കേന്ദ്രീകരിച്ച് മുഖ്യമന്ത്രി അന്നത്തെ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെടുത്തിയിട്ട് സോളാർ സരിത വിഷയത്തിലാണ് അവർ കൊണ്ടുപോയത്. അപ്പൊ ആ തരത്തില് CPM-ന് കാലാകാലങ്ങളിൽ അടവ് നയങ്ങൾ അവർ ഉപയോഗിക്കാൻ. പക്ഷെ ഈ തെരഞ്ഞെടുപ്പില് അവരുടെ അടവ് നയങ്ങൾ പാളി എന്ന് വേണം കരുതാൻ. മറ്റൊന്ന് ഈ ഇന്നർ പാർട്ടി സംഘർഷം വളരെ കാര്യമായിട്ടുണ്ട് അല്ലെ? പാർട്ടി സംഘർഷം അത് പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു സമര സംഘടനയായിട്ടാണ് CPM കേരളത്തിൽ സർവൈവ് ചെയ്യുന്നത് എല്ലാ കാലങ്ങളിലും. ഭരണം അപ്പം അവരുടെ ഒരു കാലഘട്ടത്തിലെ മുദ്രാവാക്യം തന്നെ ഭരണവും സമരവും എന്നുള്ളത്. അപ്പൊ ഭരിക്കുന്നതിനോടൊപ്പം ഒരു സമരവും കൂടെ ഒന്നിച്ചു കൊണ്ടുപോയിരുന്നു. പക്ഷെ ഈ 10 വർഷത്തെ തുടർ ഭരണം അവർക്ക് ഈ സമരമുഖത്ത് നിന്ന് അവർ പിൻവാങ്ങിയിട്ടു. പിന്നെ മറ്റൊന്ന്, നമ്മുടെ യുവാക്കളിൽ വിദ്യാഭ്യാസമുള്ള യുവാക്കൾ മുഴുവനും കേരളത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുകയാണ്. ഈയിടെ തന്നെ ഒരു പാർട്ടി നേതാവ് പറഞ്ഞിരുന്നു, ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിലെ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗങ്ങളിൽ 1-2 പേരുടെ ബന്ധുക്കൾ ഒഴികെ ബാക്കി എല്ലാവരും പുറത്തു പോയി പഠിക്കുകയോ പാർട്ടിയായിട്ട് ബന്ധമില്ലാതിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥയിലാണ്. അപ്പൊ അടുത്ത തലമുറ ഇപ്പൊ SFI ഒക്കെ ഉണ്ടെങ്കിൽ പോലും പാർട്ടിയിലുള്ള CPM-ന്റെ ആളുകൾ ആരും തന്നെ പാർട്ടിയായിട്ട് ബന്ധപ്പെടുന്നില്ല. പാർട്ടി അതാണ് ഞാൻ വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. പാർട്ടി നേതൃത്വത്തിന്റെ മിക്കവരുടെയും മക്കള് പഠിക്കുന്നതൊക്കെ പുറത്താണ്, വിദേശ രാജ്യത്തും. അത് നമ്മളിപ്പം MA ബേബി ആണെങ്കിലും തോമസ് ഐസക് ആണെങ്കിലും തുടങ്ങിയിട്ടുള്ള നമ്മുടെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ കുട്ടികൾ പഠിക്കുന്നത് പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പം അതൊന്ന് ഒരു ഭാഗത്ത് പാർട്ടിക്കുണ്ടായിരുന്ന ഒരു സമരവീര്യം നഷ്ടപ്പെടുകയും അഴിമതിയുടെ ഭാഗത്ത് മുന്നേറുകയും ചെയ്തു. ഒരു ഭാഗത്ത് സമരരംഗത്തില്ലാതെ അഴിമതിയുടെ ഭാഗത്ത് മുന്നേറുകയാണ്. യുവജന സംഘടനകളായിരുന്നു കഴിഞ്ഞ വർഷം 2016-ലും 2021-ലും അവരുടെ ഏറ്റവും വലിയ ശക്തി. ഏറ്റവും കൂടുതൽ SFI DYFI നേതാക്കളെ അവർ ഇലക്ഷന് മത്സരിപ്പിച്ചിരുന്നു. അത് ഒരു പരിധിവരെ ഗുണം ചെയ്തിട്ടുണ്ട് 2 തെരഞ്ഞെടുപ്പിലും. ആ തരത്തിലെ യുവജന സംഘടനകൾക്ക് ഇത്തവണ കാര്യമായ റോളില്ല. ഇപ്പൊ കേരളത്തിൽ തന്നെ DYFI ഇപ്പൊ കേരളത്തിലെ സമരമുഖത്ത് നിന്ന് ഏതാണ്ട് പൂർണ്ണമായിട്ട് മാറിയിട്ട് അവര് ആശുപത്രികളിൽ ആളുകൾക്ക് ചോറ് കൊടുക്കുക, അങ്ങനെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു. രാഷ്ട്രീയ സമരത്തിൽ നിന്ന് മാറിയിട്ട് ആ തരത്തിലേക്ക് മാറണം. അപ്പം പൊതുവെ സംഘടനാപരമായ ഒരു വീക്ക്നെസ് CPM-നെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതൃപ്തി പാർട്ടിക്ക് അകത്തുള്ള അണികൾ തന്നെ. G. സുധാകരൻ കുറെ ദിവസമായിട്ട് അദ്ദേഹം ഇങ്ങനെ അതൃപ്തിയിലാണ്. അദ്ദേഹം അത് പരസ്യമായിട്ട് പ്രകടിപ്പിക്കുകയാണ്. അപ്പം അതിനെതിരായിട്ട് പാർട്ടി അണികളെ റാലി ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് 5000 പേരെ കൊണ്ടുവരാൻ അവർ പ്ലാൻ ചെയ്യുമ്പോൾ 1200 പേരെ വന്നുള്ളൂ എന്നാണ് സുധാകരൻ പറഞ്ഞത്. അയാൾ പറഞ്ഞു പാർട്ടി അംഗങ്ങളിൽ ചെറിയൊരു ന്യൂനപക്ഷം മാത്രമേ ഇത്രയധികം ഒരു ജീവൻ മരണ പോരാട്ടമല്ലേ അവരെ സംബന്ധിച്ചിടത്തോളം. കാരണം അവരുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള ഏറ്റവും ഉന്നതനായിട്ടുള്ള നേതാവ് പാർട്ടിയും വിട്ടുപോകുന്ന സമയത്ത് പാർട്ടിയുടെ ശക്തി കാണിക്കേണ്ട സമയത്ത് പോലും ആരും സജീവമായിട്ട് രംഗത്ത് വരുന്നില്ല എന്നുള്ളതാണ്. ഡിഫെൻഡ് ചെയ്യാൻ ആരും വരുന്നില്ല എന്നുള്ളതാണ്. അല്ല അതാണ് ഞാൻ സോഷ്യൽ മീഡിയ വന്നല്ലോ. സോഷ്യൽ മീഡിയ വന്നപ്പോഴും ജനങ്ങള് പണ്ട് നമ്മള്
ഈ സന്ദേശം സിനിമയിലുള്ളതുപോലെ ഉം. പാർട്ടിക്ക് ജയിച്ചാലും തോറ്റാലും താത്വികമായി പാർട്ടി കൊടുക്കുന്ന ന്യായീകരണങ്ങൾ കൊണ്ട് ഉം. സംതൃപ്തരാകുന്ന ഒരു അണികളായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുണ്ടായിരുന്നത്. പക്ഷെ ഇന്നത്തെ നമ്മുടെ പ്രത്യേകത അത്തരം ഒരു അവസ്ഥയല്ല. കാരണം അണികള് നേരിട്ട് കാര്യങ്ങൾ അറിയണം, വിഷ്വലായിട്ട്. അപ്പൊ നമുക്കറിയാം ഇവിടെ തന്നെ ഇപ്പൊ പയ്യന്നൂരിലെ സംഭവം നടക്കുന്ന സമയത്ത് പല പാർട്ടിക്കാരോടും ചോദിക്കുന്ന സമയത്ത് അവര് കുഞ്ഞികൃഷ്ണയാണ് പറയുന്നത് ശരിയാണ് എന്ന് പറയുന്നത്. കുഞ്ഞികൃഷ്ണൻ പറയുന്നതാണ് ശരി, മധുസൂദനന്റെ ഭാഗത്താണ് തെറ്റെന്ന് പറയും. പാർട്ടി എന്ത് നിലപാടെടുത്തോ, പക്ഷെ പാർട്ടി അനുഭാവികൾ അതിനെ വോട്ടിങ്ങിലൊക്കെ എന്ത് തന്നെ വന്നു തന്നെയായാലും അവരുടെ അഭിപ്രായം എന്ന് പറയുന്നത് പാർട്ടി അവിടെ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ തെറ്റിനെ അനുകൂലിക്കുകയാണ് പാർട്ടി ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് പാർട്ടി നേതൃത്വം. ഇപ്പം സാങ്കേതികമായിട്ട് എം.വി. ഗോവിന്ദന്റെ ഭാര്യ മത്സരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ എന്താണ്, വലിയ നേതാക്കന്മാർക്ക് വരെ സീറ്റ് നിഷേധിക്കുന്നു. അപ്പൊ അതിന് ഓരോരോ നയങ്ങൾ പറയാണ്. 2 തവണ MLA ആയ ആളുകൾ, കഴിഞ്ഞ തവണ എല്ലാ മന്ത്രിമാരെയും മാറ്റി, പിണറായി മാത്രം നിന്നു. ഇപ്പൊ തന്നെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. സുധാകരൻ പറയുന്നത്, ഞാൻ അധികാരമോഹിയാണ്, അധികാരത്തിൽ കുറെ വർഷമായി ഇരിക്കുന്നു എന്ന് പറയുന്ന ആളുകളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ലെനിനെ നോക്കൂ, മാവോ സേതുങ്ങിനെ നോക്കൂ, അതേപോലെ ഫിഡൽ കാസ്ട്രോയെ നോക്കൂ എന്നൊക്കെ പറയുന്നത്. പക്ഷെ അദ്ദേഹം ആത്യന്തികമായി വിരൽ ചൂണ്ടുന്നത് പിണറായി വിജയന് നേരെയാണ്. അതേപോലെ ഇപ്പൊ പിണറായി വിജയൻ ഇപ്പം ഷംസീറിന് സീറ്റ് കൊടുത്തില്ല, അതിന് എന്ത് ന്യായീകരണമാണുള്ളത്? ശൈലജയ്ക്ക് ഒരു ജയിക്കാൻ പറ്റാത്ത സീറ്റ് കൊടുത്തു, എന്ത് ന്യായീകരണമാണുള്ളത്? അതെ, 2021 നമുക്ക് മന്ത്രിസഭയിലെ പെർഫോം ചെയ്യുന്ന മന്ത്രിമാരുണ്ടായിരുന്നു, പെർഫോം ചെയ്യാത്തവരുണ്ടായിരുന്നു. പക്ഷെ ഈ പെർഫോമൻസ് നോക്കാതെ മുഖ്യമന്ത്രി ഒഴിച്ച് ബാക്കി എല്ലാവരെയും മത്സരരംഗത്ത് നിന്ന് മാറ്റി. ഈ തെരഞ്ഞെടുപ്പിലെ പ്രത്യേകത, സ്പീക്കർ ഒഴിച്ച് ബാക്കി എല്ലാ മന്ത്രിമാരും മത്സരിക്കാൻ അനുവദിച്ചു എന്നുള്ളതാണ്. അപ്പം ഈ മന്ത്രിസഭയിലാണ് കേരളം കണ്ട ഏറ്റവും നോൺ പെർഫോമൻസ്, അതായത് പെർഫോമൻസ് ഇല്ലായ്മയിൽ മുന്നിൽ നിൽക്കുന്ന മന്ത്രിമാര്. എനിക്ക് തോന്നുന്നു കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും സാധാരണക്കാർക്ക് പല മന്ത്രിമാരുടെയും പേരറിയില്ല. കാരണം നമ്മൾ 3ഓ 4ഓ മന്ത്രിമാർക്കപ്പുറം കേരളത്തിലെ ജനങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. ഇപ്പൊ ഈ മാതൃഭൂമി നടത്തിയ സർവേയില് ഏറ്റവും നല്ല മന്ത്രിയായിട്ട് വന്നത് നമ്മുടെ ശിവൻകുട്ടിയാണ്. അപ്പോഴേ ഞാൻ സർവേയുടെ പരിമിതിയും കേരളത്തെ അപമാനിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ശിവൻകുട്ടിയെ പോലുള്ളൊരു മന്ത്രിയെ ഏറ്റവും നല്ല മന്ത്രിയായിട്ട് കണക്കാക്കുന്ന ഒരു മന്ത്രിസഭയുടെ നിലവാരം നമ്മൾ ആ ലെവലിൽ കണ്ടാൽ മതി. അപ്പൊ നമ്മൾ ഒരു ക്രൈറ്റീരിയ എടുക്കുമ്പോൾ 2021 കൊണ്ടുവന്ന ക്രൈറ്റീരിയ പെർഫോം ചെയ്യുന്നതും ചെയ്യാത്തതുമായ എല്ലാ മന്ത്രിമാരെയും ഒഴിവാക്കി. അതൊരു കോവിഡിന്റെ പശ്ചാത്തലത്തിലുള്ള സാഹചര്യമായതുകൊണ്ട് അന്നത്തെ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ജനകീയത ഉണ്ടായിരുന്നു, അവരെല്ലാം ഒഴിവാക്കി. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല, ഒരു പെർഫോമൻസ് നടത്താത്തവരെയും അവര് കൊണ്ടുവരുന്നത്. അത് പാർട്ടിയുടെ ഒരു പരാജയ ഭീതിയുണ്ട്. പിന്നെ പാർട്ടിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, പാർട്ടിക്ക് കേരളത്തിലെ CPM-ന് പ്രതിപക്ഷമില്ല. അതായത് കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്. എല്ലാ വിഷയങ്ങളിലും കേന്ദ്ര ഗവൺമെന്റുമായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും അവരും CPM ഒന്നാണ്. അപ്പൊ നമ്മളിപ്പോ കേരളത്തിലെ UDF-നെയും കോൺഗ്രസിനെയും CPM-നെയും നമുക്ക് വേർതിരിക്കാൻ കഴിയില്ല. അപ്പോൾ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, പ്രതിപക്ഷം എന്ന് പറയുന്നത് ഒരർത്ഥത്തില് പല വിഷയങ്ങളിലും ഭരണപക്ഷത്താണ് നിൽക്കുന്നത്. ദേശീയ തലത്തിലുള്ള എല്ലാ വിഷയങ്ങളിലും പാർലമെന്റിനകത്തും പുറത്തും കേരളത്തിന് അതുപോലെ തന്നെയാണ്. മാത്രമല്ല, കേരള നിയമസഭ തന്നെ 6-7 ഐകകണ്ഠേന പ്രമേയങ്ങൾ പാസ്സാക്കിയുണ്ടായി. അവിടെ UDF LDF ചേർന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും പ്രതിപക്ഷത്തിന്റെ ഒരു ഭരണാനുകൂല നിലപാട് അത് BJP-യുടെ കേന്ദ്ര ഭരണത്തിനെതിരാണ് എങ്കിൽ പോലും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലൊരു പ്രതിപക്ഷം എന്ന് പറയുന്നത് കോൺഗ്രസിനൊരു പ്രതിപക്ഷമായി ശോഭിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ കഴിഞ്ഞ 5 വർഷം. അതാണ് CPM-ന്റെ ഒരു ബലം നൽകുന്നത്. മറ്റൊന്ന്, ഇപ്പൊ CPM ന്യൂനപക്ഷ കേന്ദ്രം. ഇപ്പൊ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ പറയുണ്ടായി, ജമാഅത്തെ ഇസ്ലാമി വിഷയം അവർ മുന്നിൽ കൊണ്ടുവരുന്നത് ഒരു ഹിന്ദു കാർഡ് കളിക്കാനാണ്. അതായത് ഹിന്ദുക്കളുടെ ഇടയിലും ക്രിസ്ത്യാനികളുടെ ഇടയിലും ഒരു ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇത് അടുത്ത UDF സർക്കാർ എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് ഡോമിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഡോമിനേറ്റ് ചെയ്യുന്ന ഗവൺമെന്റ് ആയിരിക്കും. ഇത് ഇടതുപക്ഷ സർക്കിളിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ തരത്തില് ഒരു പുതിയ ഒരു സ്വപ്നങ്ങള് അവർക്ക് അവരുടെ മുന്നിൽ വെക്കുന്നതിന്, സ്വപ്നങ്ങൾ അവർക്ക് കാണുന്നതിന് തെറ്റില്ല. കാരണം ദുർബലമായ ഒരു പ്രതിപക്ഷം, കാരണം എല്ലാ വിഷയങ്ങളിലും കേന്ദ്ര സർക്കാരിനെതിരാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ആ ഭരണപക്ഷത്തിന് തന്നെ പ്രതിപക്ഷത്തിന്റെ സ്പേസിലേക്ക് കൂടെ കടന്നു വരാമെന്നുള്ള ഒരു പ്രതീക്ഷയും, ഏതാണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 6-7 ജില്ലകളിൽ ഇടതുപക്ഷത്തിന് മേൽക്കോയ്മ ഉണ്ടായതും ഇവർക്കൊരു പോസിറ്റീവായ അല്ലെങ്കിൽ ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങളാണ്. പക്ഷെ ആന്തരികമായ പ്രശ്നം, ഇപ്പൊ നമ്മൾ ഇടുക്കി ജില്ലയിലെ
പാർട്ടിയെ ഒരുപാട് കാലമായി രാജേന്ദ്രനെ പോലുള്ള ആൾക്കാർ, ഇപ്പം കോട്ടയത്തെ സുരേഷ് കുറുപ്പിനെ പോലുള്ള ആൾക്കാർ, ഇങ്ങനെ പാർട്ടി തന്നെ ഒരുപാട് പേരെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സുധാകരൻ എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്ത് വന്ന ഒരു ഏറ്റവും ടോപ്പ് ലെവലിലൊരു ലീഡറാണ്. അപ്പം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ നമ്മൾ പരിശോധിച്ചാൽ പലപ്പോഴും ഒരു ബ്യൂറോക്രാറ്റിക് ലെവലിൽ വന്നിട്ട്, പക്ഷെ എന്നാലും പാർട്ടിയുടെ പൊതുവായ വോട്ട് ബാങ്കിനെ അത് ബാധിക്കാറില്ല. അതൊരു കേഡർ പാർട്ടി തരത്തിലും. മറ്റൊന്ന്, ഏറ്റവും വലിയ എംപ്ലോയർ ആണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന പാർട്ടിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി അണികൾക്ക് മനസ്സുകൊണ്ട് സുധാകരനോട് നിൽക്കുമ്പോഴും ഈ പാർട്ടി വിട്ടുപോകാൻ പരിമിതികൾ ഉണ്ടാവും. കാരണം അവരുടെ ജീവിതമാണ് പാർട്ടി. അപ്പൊ അത് ആ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പൊ ആ ഒരു വിശ്വാസവും കൂടെ ഇവരുടെ ഭാഗത്തുണ്ടാവാം. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ഇപ്പൊ കേരളത്തിലെ, ഇപ്പം ബംഗാളിൽ 1977 മുതൽ തുടർച്ചയായിട്ട് 34 വർഷം അധികാരത്തിൽ വന്നു CPM. പക്ഷെ ഇപ്പം CPM-ന് ബംഗാളിൽ ലോക്സഭയിൽ ഒരാളില്ല എന്ന് മാത്രമല്ല, നിയമസഭയിൽ പോലും പ്രാതിനിധ്യമില്ല. ഇടയ്ക്ക് ഒരു 5 കൊല്ലം കൂടുമ്പോൾ വലിയൊരു കൽക്കട്ടയിൽ ഒരു റാലി നടത്തും എന്നല്ലാതെ അവർക്ക് വോട്ട് ചെയ്ത് ആളുകൾ വോട്ട് ചെയ്ത് മടുത്തു. ഇപ്പൊ എത്ര 6%, 7% ഒക്കെ ഉള്ളൂ അവരുടെ വോട്ടിംഗ് പെർസെന്റേജ്. അതായത് തകർന്ന് നാമാവശേഷമായി. ഇപ്പൊ തന്നെ ഏറ്റവും ഒടുവിൽ CPM-ലെ മതന്യൂനപക്ഷ ഒരു മൈനോറിറ്റി ഉയർത്തിക്കൊണ്ടുവന്ന നേതാക്കളൊക്കെ തന്നെ, SFI നേതാവായിരുന്ന ആളുകളൊക്കെ തന്നെ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോവുകയാണ്. അപ്പം അങ്ങനെ ഒരു ശൈഥില്യം കേരളത്തിലെ പാർട്ടിയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. അല്ല, ബംഗാളിൽ നിന്നും വ്യത്യസ്തമാണ് കേരളത്തിലെ പ്രത്യേകത. കേരളത്തിലെ പാർട്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു എംപ്ലോയറാണ്. ബംഗാളിൽ ഇങ്ങനെ സഹകരണ സംഘങ്ങളിലൂടെയും ഇപ്പൊ കേരളത്തില് അവർക്ക് ആശുപത്രികള്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്, അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങിയിട്ട് ഇപ്പം കേരളത്തിൽ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനി ഉൾപ്പെടെ അവരുടെ കയ്യിലാണ്. ഈ തരത്തിൽ തൊഴിൽ കൊടുക്കുന്ന ഒരു സംഘടനയാണ് കേരളത്തില്. അപ്പൊ അതുകൊണ്ട് കേരളത്തില് ബംഗാളിലെ പോലെയുള്ള ശിഥിലീകരണം ഉണ്ടാവില്ല, പക്ഷെ ദുർബലമാകും. നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത് പോലെയാണ്. അപ്പൊ അത് നിങ്ങളുടെ പഴയ കരുത്തുണ്ടാകില്ല. അപ്പൊ പാർട്ടിയുടെ ദൗർബല്യമാണ് കൂടുതൽ പ്രകടമാകുക, ഒരു ശിഥിലീകരണമല്ല ആയിരിക്കും ഉണ്ടാകുക. അപ്പൊ CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ ദുർബലമാകും കേരളത്തിൽ. പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM-ന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായത്, ഞാൻ ഒരു 25ഓളം മണ്ഡലങ്ങളിൽ 25-ലധികം മണ്ഡലങ്ങൾ അവർ ജയിച്ചത് നാമമാത്രമായ ഭൂരിപക്ഷത്തിലാണ്. അതിൽ BJP പിടിച്ച വോട്ട്, ഇടതുപക്ഷത്തിന്റെ വോട്ടും UDF-ന്റെ വോട്ടും BJP പിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ പല മണ്ഡലങ്ങളിലും BJP പിടിച്ച വോട്ട് ഇടതുപക്ഷത്തിന് ഗുണകരമായി. അതായത് UDF ആണ് അവിടെ കൂടുതൽ വീക്കായത്. ഇടതുപക്ഷത്തിനും കുറച്ച് വീക്ക്നെസ് ഉണ്ടാവും, പക്ഷെ നിയമം പോലെ അത് UDF ആണ് കൂടുതൽ വീക്കായത്. അതുപോലെ തന്നെയാണ് മുസ്ലിം മേഖലകളിൽ. അപ്പൊ സ്വതന്ത്രരെ നിർത്തി, ഇത്തവണയും CPM ഏറ്റവും കൂടുതൽ സ്വതന്ത്രരെ നിർത്തുന്ന, 1 ഡസനടുത്ത് സ്വതന്ത്രരെ നിർത്തിയാണ് ഈ തെരഞ്ഞെടുപ്പിലും CPM മത്സരിക്കുന്നത്. അത് തന്നെ നമുക്കറിയാം പാർട്ടി എത്രമാത്രം കഠിനാധ്വാനം ചെയ്യുന്നു, എത്രമാത്രം ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു. കാരണം പാർട്ടിയുടെ സിമ്പൽ ഇല്ലാതെ ഏതാണ്ട് 10-ലധികം സ്ഥാനാർത്ഥികളെ ഈ 2026 മത്സരിക്കേണ്ട സാഹചര്യം വരുന്നത് തന്നെ പാർട്ടി ഈ ദൗർബല്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുള്ള പോംവഴികൾ സ്വീകരിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെയും CPM-നെ സംബന്ധിച്ചിടത്തോളം 10 വർഷത്തെ ഭരണത്തിന് ശേഷം പോകുന്നത് കൊണ്ട് കിട്ടുന്നതൊക്കെ ലാഭമാണ്. തുടർ ഭരണം കിട്ടിയാലും ലാഭമാണ്, അല്ലെങ്കിലും അവർക്ക് വലിയ പ്രശ്നം വരില്ല. കാരണം അവരത് എക്സ്പെക്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ വലിയ ആത്മവിശ്വാസത്തോടെ അല്ല, പക്ഷെ അടവ് നയങ്ങളിലൂടെ അവർ കേരളത്തിലെ വിവാദ രാഷ്ട്രീയത്തിലൂടെ മുന്നേറുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള തലത്തിൽ പലപ്പോഴും രാഷ്ട്രീയത്തിൽ ചില ബെനിഫിറ്റ് ലഭിക്കാറുണ്ട് ഈ തെരഞ്ഞെടുപ്പിലും. അതുകൊണ്ട് CPM അതിന്റെ ഒരു ഏറ്റവും സംഘടനാപരമായും ആശയപരമായിട്ടും അതുപോലെ മറ്റ് തരത്തിലും ഏറ്റവും കൂടുതൽ ദൗർബല്യം നേരിടുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ 2026 അവര്. തുടക്കം വളരെ നല്ലതാണ് എന്ന് തോന്നൽ ഉണ്ടാക്കിയിരുന്നെങ്കിൽ പോലും അവർ നേരിടാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ നേരിടുന്ന തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ ഒരു മാതൃക അത് തകരുകയാണോ, അല്ലെങ്കിൽ അത് നിലനിൽക്കാൻ കഴിയില്ലേ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കാരണം അന്തർദേശീയ തലത്തിൽ ലോക കമ്മ്യൂണിസം മുഴുവൻ പരാജയപ്പെടുകയും കമ്മ്യൂണിസ്റ്റ് കൊട്ടാരങ്ങളൊക്കെ അല്ലെങ്കിൽ എല്ലാ സാമ്രാജ്യങ്ങളും തകരുകയും ചെയ്ത സമയത്ത് പോലും കേരളത്തിൽ പാർട്ടി നിന്നിരുന്നു. അതിൽ ബംഗാളിലെ പാർട്ടി തകർന്നു. കേരളത്തിലെ പാർട്ടി നിന്നിരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു തൊഴിൽ ദാതാവ് എന്ന നിലയിലും സഹകരണ പ്രസ്ഥാനവും തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ അധികാരത്തിലേക്ക് ഒരു തണലിലായിരിക്കും ഒരുപക്ഷെ നിന്നിരിക്കാം. പക്ഷെ ഇന്ന് പാർട്ടിക്കെതിരെ നിരവധി ചോദ്യങ്ങൾ മുതിർന്ന ആളുകൾ തന്നെ ചോദ്യചിഹ്നവുമായിട്ട് വരികയാണ്. അവരെയൊക്കെ തന്നെ സഖാക്കൾ എന്ന് പോലും വിളിക്കാൻ പാടില്ല. കാരണം അവർ കമ്മ്യൂണിസ്റ്റ് രീതിയിലല്ല ചോദിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം കമ്മ്യൂണിസ്റ്റ് രീതിയിലല്ലാതെ മുതിർന്ന ആളുകൾ വരെ ചോദിക്കുന്ന രീതിയിലേക്ക് ഇതിന്റെ ഒരു ആശയ ദൗർബല്യം, അതല്ലെങ്കിൽ ഒരു സ്വത്വം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു രീതിയിലേക്കാണ് CPM പോകുന്നത്. ആ ഒരു തകർച്ച
ഭരണം നഷ്ടപ്പെടുക മാത്രമല്ല CPM അതിന്റെ സ്വത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അത് അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി കുറച്ചുകൂടി വ്യക്തമാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്.